എല്ലാവർക്കും നമസ്കാരം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയം കേരളക്കരയാകെ പ്രചരിപ്പിച്ച, അക്ഷരങ്ങളുടെ വെളിച്ചം അറിവിൻ്റെ അഗ്നിയായി ജ്വലിപ്പിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നായകന് പ്രണാമം അർപ്പിക്കുന്നു. മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും ഒപ്പം അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു നൽകിയ പ്രകൃതിയോടും പുസ്തകങ്ങളോടും എൻ്റെ ജീവിതം കടപ്പെട്ടിരിക്കുന്നു. അക്ഷരങ്ങളെ പ്രണയിക്കുന്ന ഓരോരുത്തർക്കും വായന അവാച്യമായ അനുഭൂതിയാണ് നൽകുന്നത്. വായനക്കാരൻ മരണത്തിന് മുൻപ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. എന്നാൽ ഒന്നും വായിക്കാത്തയാൾ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു. ജോർജ് R.R. മാർട്ടിൻ. ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് വായനയിലൂടെ ലഭിക്കുക എന്ന് സോമർസെറ്റ് മോം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മനുഷ്യനാദ്യമായി വായിച്ച പുസ്തകം പ്രകൃതിയായിരുന്നിരിക്കാം. പഞ്ചതന്ത്രം കഥകളും ഈസോപ്പ് കഥകളും 1001 രാവുകൾ തുടങ്ങിയ അറബി കഥകളുമൊക്കെ ബാല്യകാല സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് ആകാശത്തോളം പറന്നുയരാൻ സഹായിച്ചിട്ടുണ്ട്. ഇതിഹാസ കഥകളിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് മൂല്യബോധത്തോടെ വളരാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നു. പുതുമഴയിൽ നനഞ്ഞ മണ്ണിൻ്റെ മണം പോലെ പുസ്തകങ്ങൾക്കും പ്രത്യേക സുഗന്ധമുണ്ട്. പുസ്തകത്താളുകൾക്കിടയിൽ ആകാശം കാണാതെ സൂക്ഷിച്ചിരുന്ന മയിൽപ്പീലി ഇന്നും ഗൃഹാതുരത്വമുണർത്തുന്നു. ബാലമാസികകളും കഥാപുസ്തകങ്ങളും കുഞ്ഞു മനസ്സുകളിൽ ഭാവനകൾ ഉണർത്താൻ പര്യാപ്തമാണ്. സർഗാത്മക സാഹിത്യത്തിനൊപ്പം രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, കല എന്നിങ്ങനെ വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെയും വാതായനങ്ങൾ തുറന്നിടുന്നതിന് മാതൃഭൂമി, ഭാഷാപോഷിണി തുടങ്ങിയ വാരികകളും മാസികകളും സഹായിക്കുന്നു. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ബംഗാളി കഥകൾ കൊൽക്കത്ത നഗരത്തിൻ്റെ കലയും സംസ്കാരവും ദാരിദ്ര്യവും പട്ടിണിയും രാഷ്ട്രീയവും സംഗീതവും ഭക്ഷണവും സന്യാസവും ചിന്തയും അനാവരണം ചെയ്യുന്നവയായിരുന്നു. കവികളും കഥാകാരന്മാരും ഒക്കെ നമ്മുടെ മനസ്സിൽ കോറിയിട്ട വാഗ്മയ ചിത്രങ്ങൾ നിരവധിയാണ്. കുട്ടനാടൻ വയലേലകളും നിളയും പാലക്കാടൻ കാറ്റും കരിമ്പനക്കൂട്ടങ്ങളും എന്നു മാത്രമല്ല, കൊൽക്കത്ത നഗരവും മഞ്ഞുമൂടിയ ഹിമാലയൻ ഗിരിശൃംഗങ്ങളും കഥാപാത്രങ്ങളോടൊപ്പം വായനക്കാരൻ്റെ മനസ്സിലും പച്ചപിടിച്ചു നിൽക്കുന്നു. കണ്ണാന്തളി പൂക്കളും അതിരാണിപ്പാടവും ഗോൾഡൻ ഡാഫഡിൽസുമൊക്കെ നീർവാതളത്തോടൊപ്പം നമ്മുടെ മനസ്സിലുണ്ട്. മയൊഴിപ്പുഴയോടൊപ്പം ദില്ലി നഗരത്തിലെ തെരുവുകളിലൂടെ M. മുകുന്ദനോടൊപ്പം നമ്മൾ സഞ്ചരിച്ചു. M.B. വീരേന്ദ്രകുമാറിനൊപ്പം ഹൈമവത ഭൂവിലൂടെ തീർത്ഥാടനം നടത്തിയപ്പോൾ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഗരിമയും ഉത്തരേന്ത്യ ഭരിച്ചിരുന്ന മുഗൾ രാജവംശ ചരിത്രവും ഹിമാലയ സാനുക്കളിലൂടെയുള്ള ദുർഘടയാത്രയും അനുഭവിച്ചവരല്ലേ നമ്മൾ. കുട്ടനാടൻ മണ്ണിൻ്റെ മണമുള്ള അധ്വാനിക്കുന്ന വിഭാഗത്തിൻ്റെ അവകാശങ്ങളുടെ കഥ പറഞ്ഞ തകഴിയുടെ രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ തുടങ്ങിയ നോവലുകളിൽ മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്നു. സകല ചരാചരങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് ഉറക്കെ പറഞ്ഞ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ വായനയുടെ ഒരു സ്വതന്ത്ര ലോകം തന്നെ അനുവാചകർക്ക് മുന്നിൽ തുറന്നിട്ടു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉന്നത പദവി പോലും ത്യജിച്ച മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രം, യക്ഷി, വേരുകൾ എല്ലാം മലയാളിയുടെ മനസ്സിലുണ്ട്. MTയുടെ മഞ്ഞിൻ്റെ കുളിരിൽ നിന്ന് ഒർഹാൻ പാമുക്കിൻ്റെ മഞ്ഞിലെ കൊടും തണുപ്പിലേക്കുള്ള യാത്ര മറക്കാനാവില്ല. MTയുടെ രണ്ടാം ഉഴവും നാലുകെട്ടും അസുരവിത്തുമെല്ലാം ഒന്നിനൊന്ന് മികച്ച കൃതികളാണ്. വാൽമീകിയും കാളിദാസനും ടാഗോറും ടോൾസ്റ്റോയും എല്ലാം നമ്മുടെ മനസ്സിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിച്ച മഹത് വ്യക്തികളാണ്. കാവ്യലോകത്തിൽ വിടർന്നുല്ലസിച്ച ശുഭ്രപുഷ്പങ്ങളും തീഷ്ണഗന്ധ പുഷ്പങ്ങളുമുണ്ട്. മാതൃത്വം വഴിഞ്ഞൊഴുകുന്ന കവിതകൾ എഴുതിയ ബാലാമണിയമ്മയും പ്രകൃതിക്ക് വേണ്ടി ജീവിതം മുഴുവൻ പോരാടിയ സുഗതകുമാരിയും ONV കുറുപ്പും പാട്ടിൻ്റെ പാലാഴി തീർത്ത മഹാകവികളുമൊക്കെ മനുഷ്യ മനസ്സിൽ രാജ്യസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാരതീയ സംസ്കാരത്തിൻ്റെയും വിപ്ലവ വീര്യത്തിൻ്റെയും തിരുനാളം കൊളുത്തി. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരി മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലവും എൻ്റെ കഥയും നഷ്ടപ്പെട്ട നീലാംബരിയും ഒക്കെ ഇന്നും മലയാളി നെഞ്ചിലേറ്റുന്നു. ആനന്ദിൻ്റെ ആൾക്കൂട്ടവും മരുഭൂമികളുണ്ടാകുന്നതും മനുഷ്യ മനസ്സുകളിൽ വ്യത്യസ്ത മാനസിക തലങ്ങൾ സൃഷ്ടിക്കുന്നു. അഗ്നിസാക്ഷി മുതൽ വിമോചനത്തിന് വേണ്ടി എഴുതപ്പെട്ട കൃതികൾ സാമൂഹിക പരിവർത്തനത്തിന് തന്നെ സഹായകമായി. ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നാനാ തുറകളിലുള്ളവരെ സ്വാധീനിച്ച പുസ്തകമാണ്. ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ നജീബ് പറയുന്നത് പോലെ ഒരു വടിയുടെ നിഴൽ പോലും ചിലപ്പോൾ നമുക്ക് തണലായി അനുഭവപ്പെടാം. എപ്പോഴും പ്രകൃതിയിലേക്കൊരു കണ്ണ് വേണമെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. KR മീരയുടെ ആരാച്ചാർ ദൗത്യം നിർവഹിക്കുന്നതിനു വേണ്ടി ഒരു നിയോഗമെന്ന പോലെ കുരുക്കുകൾ ഇടുന്നതും അഴിക്കുന്നതും ശീലമാക്കിയതും അനുവാചകന് ലഭിക്കുന്ന ചില സൂചനകളാണ്. പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റിലും ഒടുങ്ങാത്ത അന്വേഷണത്തിൻ്റെ ത്വര ദർശിക്കുവാൻ നമുക്ക് സാധിക്കും. പഴയ വീട് വിൽക്കാൻ അമ്മയോടൊപ്പം അരാക്കാറ്റക്കയിൽ പോയി മടങ്ങുമ്പോൾ തീവണ്ടിയിൽ മണിക്കൂറുകളായി ഒന്നും മിണ്ടാതിരുന്ന യുവാവായ മാർക്കേസിനോട് അമ്മ ലേശം അരിശത്തോടു കൂടി തന്നെ ചോദിക്കുന്നു, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ എഴുതുകയാണ്. അതുവരെ എഴുതി തുടങ്ങിയിട്ടില്ലാത്ത മകൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു,
വായനക്കാരെ മാജിക്കൽ റിയലിസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഗബ്രിയേൽ ഗർസിയ മാർക്കേസ് എന്ന അക്ഷരമാന്ത്രികൻ്റെ തൂലികയിൽ നിന്നുതിർന്നു വീണ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന കൃതിയിൽ മക്കാണ്ടോയിലെ മഴയും മഞ്ഞശലഭങ്ങളുമൊക്കെ ഇപ്പോഴും അനുവാചക മനസ്സുകളിൽ പാറി നടക്കുന്നു. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കലാകാരനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചത് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിയിലൂടെയാണ്. ദസ്തേവ്സ്കി പോലെ ഉത്കൃഷ്ടനായ ഒരു കഥാകാരനെ ദൗർബല്യങ്ങളുടെ പടുകുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് അന്നയുടെ ഉദാത്ത പ്രണയം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എഴുത്ത് മരണസദൃശമായ വേദനയാണെന്നും ആത്മബലിയാണെന്നും മരണം തന്നെയെന്നും ആവർത്തിക്കുന്ന പെരുമ്പടവം തോരാതെ പെയ്യുന്ന മഴയിൽ എൻ്റെ മനസ്സിലെ പച്ചിലക്കാടുകൾ കത്തിക്കൊണ്ടിരുന്നു എന്ന് സങ്കീർത്തനത്തിൻ്റെ എഴുത്തനുഭവത്തെ വിവരിച്ചിട്ടുണ്ട്. കുറ്റവും ശിക്ഷയും, കാരമസോവ് സഹോദരന്മാർ തുടങ്ങിയ നോവലുകളിൽ അനുവാചകൻ്റെ മനസ്സിൽ ശക്തമായ തിരയിളക്കങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്നു. വായനയിലും ജീവിതത്തിലും വലിയ ദുരന്തങ്ങൾ അഥവാ ട്രാജഡി നാം കാണുന്നു. വലിയ മനുഷ്യരുടെ ആത്മാവിലെ ദുരന്ത സംഘടനം, അതാണ് ട്രാജഡി. അവനവനുമായി പൊരുത്തപ്പെടാനാകാതെ നടക്കുന്നവൻ്റെ ആത്മസംഘടനത്തിൻ്റെ തീയിൽ നിരർത്ഥകമെന്നറിഞ്ഞുകൊണ്ട് സ്വയം വെന്തുരുകി അവസാനിക്കുന്ന മാനസിക സ്ഥിതിവിശേഷമാണിത്. പല എഴുത്തുകാരിലും നമ്മളിത് കാണുന്നു. ഈ ആത്മസംഘർഷങ്ങൾ ഒരുപക്ഷെ വായനക്കാരനെയും വിഷമഘട്ടത്തിലാക്കിയേക്കാം. മന്ദാരത്തിൻ്റെ ഇലകൾ ചേർത്ത് തുന്നിയ ഈ പുനർജനിയുടെ കൂട് വിട്ട് ഞാൻ വീണ്ടും യാത്രയാവുകയാണ്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ രവി. എന്നാൽ ഒ വി വിജയൻ്റെ ധർമ്മപുരാണം മനസ്സിലാക്കണമെങ്കിൽ കെ.പി. അപ്പൻ്റെ നിരൂപണം കൂടി വായിക്കേണ്ടതുണ്ട്. ജീവിതം വിചിത്രമായൊരു തെരുവീഥിയാണ്. ഒത്തുചേരലുകളേക്കാൾ ഒഴിഞ്ഞുകൊടുക്കലുകളുടെയും അകന്നുമാറലുകളുടെയും തെറ്റിപ്പിരിയലുകളുടെയും തിക്കും തിരക്കുമാണ് ആ തെരുവിൽ നടക്കുന്നത്. ശ്രീധരൻ്റെ വാക്കുകൾ. ഒരു ദേശത്തിൻ്റെ കഥ. എസ്.കെ. പൊറ്റക്കാട്. പല പ്രമുഖരുടെയും കൃതികൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ നമ്മൾ എപ്പോഴും ഓർക്കുക. എല്ലാ ദിനങ്ങളും വായനയുടേതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.